നമ്മൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ റഷ്യയുടെ കൂക്സ് എന്ന് പറയുന്ന പടിഞ്ഞാറൻ പ്രദേശത്തേക്ക് ആയിരക്കണക്കിന് ഉക്രൈനിയൻ പട്ടാളക്കാർ കടന്നു കയറുകയും അവർ അവിടെ നിന്ന് അഥവാ റഷ്യയുടെ മണ്ണിൽ നിന്ന് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. ഉക്രൈൻ ഇത്തരമൊരു നീക്കം നടത്തുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടും അത് തടയാൻ ശ്രമിക്കാതെ ആ സമയം റഷ്യ ചെയ്തത് ഉക്രൈനിൻ്റെ മണ്ണിൽ തന്നെ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി റഷ്യ പരിശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ വാർത്തയിൽ കൂടുതൽ അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. കൂക്സിൽ നിന്ന് ഉക്രൈൻ സൈന്യത്തെ റഷ്യ തുരത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും കൂക്സിൻ്റെ നിയന്ത്രണം ഇപ്പോൾ റഷ്യയുടെ കയ്യിൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള വാർത്തയുമാണ്. പൂർണ്ണമായും എത്തി എന്നും പറയുന്ന ചില അന്താരാഷ്ട്ര ജേർണലുകളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉക്രൈൻ കൂടുതൽ ദുർബലമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂക്സിലേക്ക് കൂടി റഷ്യ അവരുടെ കണ്ണ് പതിപ്പിക്കുകയും അതിരൂക്ഷമായ ആക്രമണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. കൂക്സിൽ കയറി പറ്റിയ ഉക്രൈൻ സൈന്യത്തെ വിവിധ മാർഗങ്ങളിലൂടെ തകർത്തുകൊണ്ടേ ഇരിക്കുകയാണ് റഷ്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റഷ്യയിലെ വിവിധ മാധ്യമങ്ങളും റഷ്യ ഔദ്യോഗികമായി ഇത്തരം സംവിധാനങ്ങളൊക്കെ ലോകത്തോട് അറിയിക്കാൻ മുന്നോട്ട് വെക്കുന്നത് അവരുടെ തന്നെ ടെലഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷനുമൊക്കെയാണ്. ടെലഗ്രാമിൽ വിവിധ തരത്തിലുള്ള മീഡിയകൾ റഷ്യക്കുണ്ട്. ഇത്തരം മീഡിയകളിലൂടെയൊക്കെ ഇത്തരം ഓപ്പറേഷനുകളുടെ വിവിധ തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ റഷ്യ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. കൂക്സ് എന്നത് വിശാലമായ കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന മരുഭൂമി പോലെ ഉള്ള വളരെ പ്രധാനമായ ഒരു ഭൂപ്രദേശമാണ് ഇവിടെയുള്ളത്. ഇവിടെ ഒറ്റപ്പെട്ട മരങ്ങൾക്കിടയിലും പുല്ലുകൾക്കിടയിലും കവചിത വാഹനങ്ങളുമായി ഒളിഞ്ഞിരിക്കുകയാണ് ഉക്രൈൻ സൈന്യം. ഇത്തരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സൈന്യത്തിനിടയിലേക്ക് ഒറ്റപ്പെട്ട ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ വഴി ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് റഷ്യ എന്നതാണ്. ക്യാമറകൾ ഘടിപ്പിച്ച ഇത്തരം ഡ്രോണുകൾ ലക്ഷ്യം കാണുന്നതും വാഹനങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. ചില സൈനികർ പെട്ടെന്ന് തന്നെ ഡ്രോൺ കാണുമ്പോൾ ഓടി ഒളിക്കുന്നതും ചിലർ കൊല്ലപ്പെടുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നിരവധി വാഹനങ്ങളും ആയുധങ്ങളും തകർക്കപ്പെട്ടതോടെ കൂക്സ് മേഖലയിൽ ഉക്രൈൻ പതറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഉള്ളത്. പുറത്തുവരുന്ന വിവരപ്രകാരം കൂക്സ് മേഖലയെ ഉക്രൈൻ്റെ കയ്യിൽ നിന്നും റഷ്യ മോചിപ്പിച്ചു എന്നാണ്. മാത്രമല്ല, കൂക്സ് മേഖലയോട് ചേർന്ന ഉക്രൈൻ മണ്ണും റഷ്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. കൂക്സ് മേഖലയിലെ ഉക്രൈനിയൻ നിയന്ത്രണത്തിലുള്ള നാവോ വനോവ്ക ഗ്രാമത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതായി റഷ്യ അറിയിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കൂക്സ് ആക്രമണം ആരംഭിച്ച ഓഗസ്റ്റ് മാസം മുതൽ ഉക്രൈനിയൻ സൈന്യത്തിന് 42,750 സൈനികരെ നഷ്ടപ്പെട്ടു എന്നാണ്. 250 ടാങ്കുകൾ, 189 ഇൻഫൻട്രി ഫൈറ്റിംഗ് വെഹിക്കിളുകൾ, 130 കവചിത പേഴ്സണൽ കാരിയറുകൾ, 1300-ലധികം മറ്റ് കവചിത വാഹനങ്ങൾ, ഹാർഡ്വെയറുകൾ എന്നിവയുൾപ്പെടെ ഉക്രൈന് കനത്ത നഷ്ടം തന്നെ സംഭവിച്ചതായി റഷ്യ അവകാശപ്പെടുന്നുണ്ട്. ഇത്രയും നഷ്ടങ്ങൾ കൂക്സ് മേഖലയിൽ മാത്രമാണ് എന്നത് ഓർക്കണം. മാത്രമല്ല, ഉക്രൈനിയൻ നിയന്ത്രണത്തിലുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പോക്രോവ്സ്ക് നഗരത്തിൻ്റെ തെക്ക് വരെ റഷ്യൻ സൈന്യം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയുമാണ്. മറ്റൊരു പ്രധാന ഉക്രൈൻ നഗരമായ കറോക്കോവോ നഗരത്തിൻ്റെ തെക്കും പടിഞ്ഞാറും റഷ്യൻ നിയന്ത്രണത്തിൽ എത്തിയിട്ടുണ്ട് എന്നതും പുതിയ വിവരമാണ്. ഈ പ്രദേശത്തേക്ക് കൂടി റഷ്യൻ സൈന്യം കടന്നു കയറിയതോടെ നഗരത്തിലെ ഉക്രൈൻ സൈനികരുടെ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം നഗരം ഇതിനകം തന്നെ റഷ്യയുടെ നിയന്ത്രണത്തിൽ ആണ് എന്നാണ്. റഷ്യൻ സൈന്യം പ്രോക്കോപ്സ്ക് നഗരത്തിന് തൊട്ടടുത്തുള്ള നിയന്ത്രണ മേഖലയും പിടിച്ചടക്കിയിട്ടുണ്ട്. നഗരത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നോവോ പുസ്റ്റിക, പുഷ്കിന ഗ്രാമങ്ങളുടെ നിയന്ത്രണവും റഷ്യ ഏറ്റെടുത്തു. നേരത്തെ നഗരത്തെ വളയാനുള്ള ശ്രമത്തിൽ റഷ്യൻ സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു തന്ത്രപ്രധാന പ്രദേശമായ നേവികോമർ എന്ന പ്രദേശവും റഷ്യ പിടിച്ചടക്കി എന്നതാണ് പുറത്തു വരുന്ന വിവരം. അഥവാ നേരത്തെ ഉക്രൈൻ പിടിച്ചെടുത്ത 2 തന്ത്രപ്രധാന സ്ഥലങ്ങളുണ്ടായിരുന്നു. ആ 2 സ്ഥലങ്ങളും റഷ്യ പിടിച്ചടക്കി എന്നതാണ്. ഈ പ്രദേശവും കീഴടക്കിയതോടെ, അഥവാ ഈ പ്രദേശം എന്ന് പറയുന്നത് വ്രെമുക്ക, വെലിക്കയ, നോവോസെൽക്ക എന്നീ നഗരങ്ങളിലേക്കാണ് റഷ്യൻ സൈന്യത്തിന് കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നത്. നേരത്തെ ഉക്രൈൻ്റെ വളരെ ശക്തമായ സൈനിക മേധാവിത്വം ഉണ്ടായിരുന്ന സ്ഥലമാണ്. എന്നാൽ ഈ 3 പ്രദേശങ്ങളിലേക്കും റഷ്യ വളരെ വേഗത്തിൽ തന്നെ കടന്നു കയറി എന്ന് മാത്രമല്ല, ഇനി റഷ്യൻ സൈന്യത്തിനെതിരെ ഏറ്റുമുട്ടാൻ ഉക്രൈൻ സൈന്യത്തിന് നഗരങ്ങളിലേക്ക് കടക്കണമെങ്കിൽ കേവലം 2 റോഡുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നതുമാണ് പുറത്തു വരുന്ന വിവരം. അഥവാ ഈ നഗരങ്ങളെല്ലാം റഷ്യ
വളരെ ശക്തമായി സ്വാധീനം ഈ നഗരങ്ങളിലെല്ലാം റഷ്യ സ്വാധീനം ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നതും വളരെ വ്യക്തമാണ്. മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള അതിശക്തമായ ഡ്രോൺ ആക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഡ്രോണുകൾ ഏതെങ്കിലും ഇലക്ട്രോണിക് യുദ്ധപ്രതിരോധ മേഖലകളിൽ അഥവാ റഡാറുകളുടെ കണ്ണുകളിൽ നിന്നും രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ കണ്ണിൽ പെടാത്ത തരത്തിലുള്ള റേഡിയോ ട്രാൻസ്മിഷൻ ഇടപെടലുകളിൽ നിന്നൊക്കെയുള്ള പ്രതിരോധ ശേഷിയുള്ളവയാണ് എന്നാണ്. അഥവാ ഇതിൻ്റെ റഡാറുകളുടെയോ അതോ റേഡിയോ വൈബ്രേഷൻ സംവിധാനങ്ങളുടെയോ ഒന്നും ഇടപെടലുകൾ അല്ലെങ്കിൽ അവർക്ക് കണ്ടെത്താൻ കഴിയില്ല ഈ ഡ്രോണുകൾ എന്നാണ്. കൂടാതെ വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കാനും അതോടൊപ്പം തന്നെ ഏറ്റവും ഉയർന്ന രീതിയിൽ പറക്കാനും ഒപ്പം തന്നെ കെട്ടിടങ്ങളിൽ പ്രവേശിക്കാനും ഒക്കെ കഴിയും. ഈ ഡ്രോണിൻ്റെ പ്രത്യേകത ശബ്ദങ്ങൾ ഉണ്ടാവുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ശത്രുവിൻ്റെ ശ്രദ്ധയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ശത്രുവിൻ്റെ ശ്രദ്ധ പതിയാനുള്ള സാഹചര്യവും ഉണ്ടാകില്ല. അങ്ങനെ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ വിവിധ തരത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഉക്രൈൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഈ ഡ്രോണുകളെ തകർക്കാൻ കഴിയാത്ത തരത്തിലുള്ള നീക്കങ്ങൾ റഷ്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂക്സ് മേഖല അഥവാ റഷ്യയുടെ പടിഞ്ഞാറൻ മേഖലയായ കൂക്സ് ഇപ്പോൾ പൂർണ്ണമായും റഷ്യയുടെ അധീനതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. മാത്രമല്ല കൂക്സിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഉക്രൈൻ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ കൂടി റഷ്യ കാലുറപ്പിച്ചു എന്ന് പറയുമ്പോൾ ഉക്രൈൻ്റെ വലിയൊരു മണ്ണ് തന്നെ, ഭൂമി തന്നെ, പ്രദേശം തന്നെ റഷ്യ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ വാർഷിക പ്രസ് മീറ്റിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ഒരു ചോദ്യം വന്നിരുന്നു. റഷ്യയിലേക്ക് വ്ളാഡിമിർ സെലൻസ്കിക്ക് ഉക്രൈൻ പ്രസിഡന്റിന് അഭയം നൽകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നാട് കടത്തപ്പെടുകയും അദ്ദേഹത്തിന് മറ്റ് രാജ്യങ്ങളായിരിക്കും അഭയം കൊടുക്കുക എന്നാണ്. എന്ന് വെച്ചാൽ വളരെ കൃത്യമായി സെലൻസ്കിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ റഷ്യ മുന്നോട്ട് പോകുന്നു. ഒന്നുകിൽ പിടികൂടുക, അല്ലെങ്കിൽ വധിക്കുക, അല്ലെങ്കിൽ നാട് കടത്തുക, സ്ഥാനഭ്രഷ്ടനാക്കുക എന്ന തരത്തിലുള്ള ഇടപെടലുകളിലേക്ക് റഷ്യ പോകുന്നു. വളരെ ശക്തമായ ആക്രമണം റഷ്യ കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് പറയാൻ കഴിയുന്നത് പോലെ അമേരിക്കയായിരുന്നു എപ്പോഴും ഉക്രൈന് സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ജനുവരി 20-ന് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നതോടുകൂടി ഉക്രൈൻ വീണ്ടും ക്ഷയിക്കുവാൻ തന്നെയാണ് സാധ്യത. കാരണം താൻ അധികാരത്തിലെത്തിയാൽ റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്ന വ്യക്തമായ പദ്ധതികൾ മുന്നോട്ട് വെച്ച പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു അന്നത്തെ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചു. ജനുവരി 20-ന് അദ്ദേഹം സ്ഥാനമേറ്റെടുക്കാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള പദ്ധതി ട്രംപ് മുന്നോട്ട് വെക്കുകയും ട്രംപിൻ്റെയും പുടിൻ്റെയും ഇടയിലുള്ള സൗഹൃദം അതിന് കാരണമാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അത് മാറും. അങ്ങനെ വരികയാണെങ്കിൽ അമേരിക്ക അവരെ സപ്പോർട്ട് ചെയ്യാൻ വരാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. റഷ്യ ഇപ്പോൾ വളരെ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ജനുവരി 20-ന് മുൻപ് തന്നെ ഉക്രൈനിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഇടപെടൽ നടത്തുകയോ അല്ലെങ്കിൽ ഉക്രൈൻ സംബന്ധിച്ച വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തുകയോ ഒക്കെ റഷ്യ ചെയ്തേക്കും. കാരണം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ തങ്ങൾ ഉക്രൈൻ പിടിച്ചടക്കി എന്ന്, ഉക്രൈനിൽ തങ്ങൾക്ക് വിജയമുണ്ടായി എന്ന പ്രഖ്യാപനം റഷ്യ നടത്തുകയാണെങ്കിൽ റഷ്യക്കത് ലോകമേധാവിത്വത്തിലേക്കുള്ള വലിയ ചുവടുവെപ്പായിരിക്കും, കാൽവെപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ആക്രമണത്തിൻ്റെ തോത് വളരെ കനത്തതാണ്, വളരെ പ്രഹരശേഷിയുള്ളതാണ്. അതോടൊപ്പം തന്നെ ഉക്രൈൻ്റെ സൈനിക സംവിധാനങ്ങളെല്ലാം ഒരു ഭാഗത്ത് തകർന്നുകൊണ്ടിരിക്കുകയുമാണ് എന്നത് നമ്മൾ ഈ യുദ്ധത്തിൽ നിന്ന്, യുദ്ധാനന്തരമായ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ്. നമുക്ക് അതിൻ്റെ അടുത്ത അപ്ഡേഷനുകൾ എന്തായിരിക്കും എന്ന് കാത്തിരിക്കാം.